ഡിമെൻഷ്യയെ പറ്റി ചോദിക്കൂ, അൽഷിമേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കൂ എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോക അൽഷിമേഴ്സ് ദിനമായ സെപ്റ്റംബർ 21-ന് ഷെർലി ബാർഗർ മാഡം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സംശയ നിവാരണ വേദി സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഒരുപാട് പൊതുജനങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചിത്രരചനാ മത്സരമാണ്. എന്തുകൊണ്ട് ഈ കാര്യം സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മയാകട്ടെ, നമ്മുടെ കഴിവുകളാകട്ടെ, അത് ഉപയോഗിക്കുമ്പോഴേ നിലനിൽക്കുള്ളൂ. നമ്മൾ ഓർമ്മ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയും. പഴയ ഒരു 1000-ൻ്റെ നോട്ട് മുമ്പുണ്ടായിരുന്ന, ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന 1000-ൻ്റെ നോട്ട് നമ്മൾക്ക് പലർക്കും ഓർമ്മയില്ല. അന്ന് നമ്മളത് കൈകാര്യം ചെയ്തിരുന്നു. പക്ഷെ പിന്നെ നമ്മളത് കൈകാര്യം ചെയ്യാതിരുന്നപ്പോൾ അതിൻ്റെ മെമ്മറി തന്നെ ഫുൾ മാഞ്ഞു പോയി. അപ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, നമ്മളുടെ ബന്ധങ്ങളെ പോലെ തന്നെയാണ്, നിലനിർത്തിയാലേ അത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓർമ്മ, അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം. ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചിത്രരചനാ മത്സരം നമ്മൾ സംഘടിപ്പിച്ചത്. അതുവഴി നമ്മൾക്ക് കഴിവുകളുള്ളപ്പോൾ, ഒരു ചെറുപ്പത്തിലൊക്കെ എല്ലാവർക്കും ഇതിനുള്ള അവസരം കിട്ടും. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പാട്ട് പാടാനുള്ള അവസരങ്ങൾ കിട്ടും, അങ്ങനെ പല കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ കിട്ടും. പക്ഷേ ചിത്രരചന എല്ലാവർക്കും ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആ ഒരു പോപ്പുലേഷന് അവസരങ്ങൾ കിട്ടുന്നത് കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിഷയമെന്ന് പറഞ്ഞാൽ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഓർമ്മ. അത് നല്ല ഓർമ്മയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ നമ്മുടെ നല്ല ഓർമ്മകൾ നിലനിർത്തുക. അപ്പോൾ ആ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഇവിടെ പരിപാടി ഇതാണ് നടക്കുന്നത് ഞാൻ അറിയിച്ചതാണ്. കൂടാതെ നമ്മുടെ പേഷ്യൻസിനും പിന്നെ ഇവിടെ വന്നിരിക്കുന്നവർക്കായിട്ട് ഒരു മെമ്മറി കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ആ മെമ്മറി കിറ്റിൽ നിങ്ങൾ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസ് പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ട, അതായത് മറവി രോഗികൾക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും പെട്ടെന്ന് മുറിവുകൾ, ഈ കത്തിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് മറന്നുപോകും. ഒരു ചൂടുള്ള പാത്രത്തിൽ പിടിച്ചാൽ അത് ചൂടുള്ള പാത്രമാണെന്ന് അനലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മുറിവ്, പൊള്ളൽ, പെട്ടെന്ന് അവിടെ ഇവിടെ കളിച്ചുള്ള ചതവ്, വേദനകൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എമർജൻസി മീൻസ് ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് അടങ്ങിയ കിറ്റാണ്. കൂടാതെ ബ്രഹ്മി എന്ന് പറഞ്ഞൊരു മെഡിസിൻ നമ്മൾക്കുണ്ട്. അത് തുള്ളിമരുന്നായിട്ടുണ്ട്, സിറപ്പായിട്ടുണ്ട്. വളരെ എഫക്റ്റീവാണെന്ന് ഒരുപാട് പേഷ്യൻസ് പറഞ്ഞുള്ള അറിവുണ്ട്. അപ്പോൾ അത് എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മളതിൽ എഴുതിയിരിക്കുന്ന ഡോസേജ് എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഒരു നേരമാണ്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക്, അൺകൺട്രോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിൻ്റെ തുള്ളിമരുന്ന് ലഭ്യമാണ്. കുട്ടികൾക്ക് കൊടുക്കാം, മറവി ഉള്ളവർക്ക് 3 നേരം വരെയും ഉപയോഗിക്കാം. അതുകൂടാതെ ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കൗൺസിലർമാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ വേണമെങ്കിൽ പങ്കെടുക്കാം. അതിന് അത്യാവശ്യം വേണ്ട ക്രയോൺസ്, ഒരു സ്റ്റേഷനറി സെറ്റ്, സ്കെയില്, പേപ്പർ, പെൻസില്, റബ്ബർ, ഇതൊക്കെ അടങ്ങിയ ഒരു സ്റ്റേഷനറി സെറ്റും ഇത്രയും അടങ്ങിയൊരു കിറ്റാണ്. അപ്പോൾ ഈ കിറ്റ് ഇതിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെയും അതിൽ നൽകുന്നതിനായി സൂപ്രണ്ടിനെയും ക്ഷണിച്ചോളൂ. വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിച്ചു പോവുക, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സമയത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഓർമ്മ ഇല്ലാണ്ടായി വരുന്നത്. ഓർമ്മയില്ലാണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർക്ക് രസം. നമ്മുടെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയുള്ളെന്ന് പറയും. കാരണം ആരാൻ്റെ അമ്മയ്ക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമുക്കത് നോക്കി രസിക്കാം. പക്ഷേ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണ്, അത് ഓർമ്മയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മാത്രമാണ് നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നിവിടെ ഒരു നല്ലൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പങ്കെടുത്തുകൊണ്ട്, ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പങ്കെടുക്കുക. ഒരു കൂട്ടായ്മയിൽ നമ്മൾ വരുമ്പോഴത്തേക്കും കുറേയധികം കാര്യങ്ങൾ നമ്മൾക്ക് ഓർത്തെടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കാതിരിക്കുക. നമ്മളൊരു പ്രായമായി എന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ വരുന്ന കാര്യമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരോ പടികൾ കടന്നു വേണം നമ്മളുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ ആ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകരുത്. പല കാര്യങ്ങളും ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നത് നമുക്കൊരു വായന നല്ലൊരു കാര്യമാണ്.
പാട്ട് കേൾക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു തരും, ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല.